ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് കുത്തനെ ആയിരിക്കും സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാനോ മുട്ടുകാല് വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്, ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എത്രയാണ്, ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റെയർ കേസ് വന്നതിന് ശേഷം ഒരു ലാൻഡിങ് കൊടുത്തിരിക്കുന്നു. ഇത്ര സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ലാൻഡിങ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ലാൻഡിങ്ങിന് ശേഷമാണ് പിന്നീട് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്, അടുത്ത സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലാൻഡിങ് കൊടുക്കുന്നത് ചെറിയൊരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ പിന്നെ അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നോക്കാം. ലാൻഡിങ്ങിൽ നിന്ന് അധികം ഹൈറ്റ് മുകളിലേക്ക് പോകുന്നതിൽ ഒരു നില വരുന്നതിന്. അപ്പോൾ ഈ ലാൻഡിൽ കൊടുക്കുന്ന ലാൻഡിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതാണ് ലാൻഡിങ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ ലിൻറ്റിൽ ഹൈറ്റ് വരുന്നുണ്ട്. ലിൻറ്റിൽ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലയൊക്കെ വരുന്നുണ്ട്. കട്ട്ലയുടെ തൊട്ട് മുകളിലായിട്ടാണ് ലിൻറ്റിൽ വരുന്നത്. 7 അടിക്കാണ് സാധാരണ വരുന്നത്. 210 സെൻറ്റിമീറ്ററിലാണ് സാധാരണ വരുന്നത്. അതിനും തൊട്ട് താഴെയായിരിക്കണം നമ്മുടെ ലാൻഡിങ് വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സുഗമമായിട്ട് ഇതിലേക്ക് നടന്ന് കയറി മുട്ടുവേദനയും കാര്യങ്ങളൊന്നുമില്ലാതെ കുത്തനെ ഒരു കയറ്റം നമുക്ക് ഒഴിവാക്കി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു നോർമൽ ലെവലിൽ വരുന്നതാണ്. അതിൻ്റെ മെഷർമെൻറ്റ് ഓരോ സ്റ്റെപ്പിനും എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര ആണ് കൊടുക്കേണ്ടത്, ഓവറായിട്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കാല് പൊക്കി വെക്കുന്നതിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ് സാധാരണ കൊടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 7 ഇഞ്ച് വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരിക്കം വരുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണെങ്കിൽ ഗ്രാനൈറ്റ്, ടൈലാണെങ്കിൽ ടൈലൈറ്റ്. മിനിമം വരുന്നത് 2 ഇഞ്ച് കൂടി ടോട്ടൽ വരുമ്പോൾ 9 ഇഞ്ച് ഹൈറ്റ്. 9 ഇഞ്ച് ഹൈറ്റാണ് 10 ഇഞ്ചിന് 10 ഇഞ്ചിന് മുകളിലേക്ക് ഒരിക്കലും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിന് ഹൈറ്റാണ് നല്ലത്. 9 ഇഞ്ച് ഹൈറ്റ് വരുന്നത് മാക്സിമം 10 മുകളിലേക്ക് പോകാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മനുഷ്യനും കാല് എടുത്ത് വെക്കുന്നതിന് ഒരു ഹൈറ്റ് ഉണ്ട്. സുഗമമായിട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ കാല് പൊക്കി വയ്ക്കുന്നതിനൊരു സ്ട്രെയിൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നീളമാണ് കൊടുത്തിരിക്കുന്നത്. 3 അടി 90 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 90 സെൻറ്റിമീറ്റർ നമുക്ക് മിനിമം കിട്ടണം. എന്നാൽ മാത്രമേ ചെറിയൊരു സ്റ്റെയർ ഇതിപ്പോൾ 90.3 93 സെൻറ്റിമീറ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് മിനിമം 90 കിട്ടിയാലും മതി. 90 കിട്ടിയാലും ഏറ്റവും കുറഞ്ഞ 90 വേണം. ഇനി നമുക്ക് എത്ര സ്റ്റെപ്പാണ് നമുക്ക് ലിൻറ്റിൽ നിന്നും താഴേക്ക് കൊടുക്കേണ്ടതെന്ന് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് 4, 5, 6, 7, 8, 9, 10, 11 സ്റ്റെപ്പ് വരുന്നുണ്ട്. 12ാമത്തേലാണ് ലാൻഡിങ് വരുന്നത്. 7 അടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന സ്റ്റെപ്പിൻ്റെ 12 ലാൻഡിങ് ആണ് വരുന്നത്. ഇനി ലാൻഡിങ്ങിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് എത്ര സ്റ്റെപ്പാണ് കൊടുത്തിരുന്നത്? 1 മുകളിലേന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കാം നമുക്ക്. 1, 2, 3, 4, 5, 6. 6 ലാൻഡിങ് ആണ് വരുന്നത്. 12ാമത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ ലാൻഡിങ് വന്നു. പിന്നെ വരുന്നത് വെച്ചാൽ 6 കഴിഞ്ഞിട്ടാണ്. 6 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് ലാൻഡിങ് വരുന്നത്. 12 വന്നു, അടുത്ത സ്റ്റെപ്പ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു 6 കഴിയുമ്പോൾ അടുത്തതിൽ ലാൻഡിങ് ആണ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ മൊത്തം ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നതെന്ന് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരു കുത്തനെ കയറ്റം ഒഴിവാക്കിയിട്ട് വേണം എപ്പോഴും സ്റ്റെയർ ചെയ്യാനായിട്ട്. നമ്മളൊരു കുത്തനെ കയറ്റം ഉള്ള രീതിയിലാണ് നമ്മൾ സ്റ്റെയർ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കയറി പോകുന്ന തലകറക്കം ആളുകളുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് അത് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹൈ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം നമ്മുടെ കാലുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണം കയറി പോകാനായിട്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു നോർമൽ ലെവലിലുള്ള ചരിവ് കൊടുത്തിട്ട് വേണം നമ്മുടെ ലാൻഡിങ് ചെയ്ത് മുകളിലേക്ക് 2 സ്റ്റെപ്പായിട്ട് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ലെങ്ത്ത് കുറച്ചുകൂടി ഹൈ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചരിവ് കുറച്ച് സുഗമമായിട്ട് കാലിന് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റെയർ ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ കാണുന്ന ആളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അത് എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. ഇനി എന്തെങ്കിലും അടുത്ത വീഡിയോസിൽ എന്തെങ്കിലും ആയിട്ട് സജഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ എന്തായാലും ബിൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ടും വീടുകളായിട്ട് ബന്ധപ്പെട്ടും ഏതെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.